എല്ലാവർക്കും സുഖല്ലേ? ആണോ? സുഖമല്ല അച്ഛാ, അത്രയ്ക്ക് അങ്ങോട്ട് സുഖം പോരാ എന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. എല്ലാവരും നല്ല സുഖത്തിലല്ല വന്നിരിക്കണമെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാട്ടോ. അപ്പോൾ വെറുതെ നുണ പറയരുത്. അച്ഛാ അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ല, അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങോട്ട് വരില്ലെന്ന്. കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് വിഷമമുള്ളത് കൊണ്ടാണ് വന്നിരിക്കണേ. നല്ലൊരു കൈയടി കൊടുത്തേ ഇവർക്ക്, ഈ കൈ പൊക്കിയവർക്ക് ഒരു കൈയടി കൊടുത്തേ. എന്തിനാണെന്നറിയോ? ഈ ഒരു ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ഈശോയുടെ മുമ്പിൽ തുറന്ന് പറയാൻ ഒരു മനസ്സ് കാണിക്കുന്നില്ലേ, അതിനാണ് ആദ്യത്തെ കൈയടി. അവിടെയാണ് ആദ്യത്തെ അത്ഭുതം നടക്കാൻ പോണേ. എലിസബത്ത് എന്താ പറഞ്ഞ ഇന്നത്തെ സുവിശേഷത്തില്? പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കട്ടെ, ഞാൻ മാത്രമല്ല പറയാം. ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? കാരണം എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ മകൻ ഈ മകള് ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ വരും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മകൻ എൻ്റെ അടുത്ത് വരാൻ ഈശോ പറയാണ്. ഗാകുൽത്തയിൽ ഈശോ പറയാണ്, കുരിശും എങ്ങനെയാണ് ഇവിടുത്തെ രൂപം? കൈ കെട്ടി അല്ലേ, ഒരു കൈ അഴിച്ചിട്ടാ പറയണേ. ഈ മകൻ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം ഇത് എവിടെ നിന്ന്? കാരണം അത്രയേറെ ഈശോ ഒന്ന് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒത്തിരിയേറെ വേദനകളുടെ നടുവില് വിശ്വാസം പോലും മാറ്റിവെക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് ഈ ധ്യാന കേന്ദ്രത്തിൽ ഈ സമയത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞാൻ എൻ്റെ നിയോഗങ്ങള് ഈശോയുടെ മുൻപിൽ കണ്ണീരോടുകൂടെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യത്തെ അത്ഭുതം നടന്നു. നമ്മുടെ നിയോഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. അതാണ് ആദ്യത്തെ വലിയൊരു അത്ഭുതം ഇവിടെ നടക്കുക. ഇനി ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു സെപ്റ്റംബർ മാസത്തിന്റെ പ്രത്യേകത, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാള് ഈ മാസമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അച്ഛൻ ചോദിക്കുന്നത്. ഈ മാസം കുറച്ച് കഴിഞ്ഞാൽ അവസാനിക്കും. അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് അടുത്ത പ്രത്യേകത? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാവിന്റെ എന്ത് മാസമാണ് നമ്മൾ പറയാ? ജപമാല മാസമാണ്. അപ്പോഴും നമ്മുടെ മുമ്പില് മാതാവുണ്ട്. ഇനി കഴിഞ്ഞ മാസം എന്തായിരുന്നു പ്രത്യേകത? അത്രയേ ഉള്ളൂ. എല്ലാ മാസത്തിലും പരിശുദ്ധ അമ്മയിലൂടെയാണ് നമ്മൾ ഈശോയിലേക്ക് യാത്ര ചെയ്യുന്നത്. എവിടെയെങ്കിലും പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അപ്പോ പരിശുദ്ധ അമ്മയുടെ ജനനത്തിന്റെ മാസമാണിത്. അപ്പൊ പ്രത്യേകിച്ച് മാതാവിനെ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഇന്ന് ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ വിശുദ്ധ ബലിയർപ്പണത്തിലൊക്കെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ധ്യാനിക്കുന്ന ഒരു വേള കൂടെയാണ്. ഒപ്പം ചെറിയൊരു സങ്കടം നമ്മുടെ ഉള്ളിലുണ്ട്. എന്താണ്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഞ്ചിരിക്കുന്ന എല്ലാവരെയും മക്കളെ പോലെ കണ്ട തുങ്കുഴി പിതാവ് നമ്മിൽ നിന്ന് വേർപെട്ടു പോയി. എല്ലാ പള്ളികളുടെ മുൻപിലുണ്ട്, എല്ലാവരുടെയും സ്റ്റാറ്റസുകളിലുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ആ പിതാവിന്റെ ചിരിക്കുന്ന മുഖമാണ് നമ്മൾ കാണുള്ളൂ. ഒരിക്കലും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന, ആരെയും ഗൗനിക്കാതെ നിൽക്കുന്ന ഒരു മുഖം ഒരിക്കലും കാണാൻ പറ്റില്ല. കുഞ്ഞെ എന്തോ എന്നൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഒരു തുങ്കുഴി പിതാവിന്റെ രൂപമുണ്ട്, ചിത്രമുണ്ട്. അത് നമുക്കൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ച് ഞങ്ങളുടെ ജന്മദിനം വരുമ്പോൾ, ഞങ്ങളുടെ നാമഹേതുക തിരുനാൾ ഫീസ്റ്റ് വരുമ്പോൾ ഇതുപോലൊരു കാർഡ് വരും. ഈ ടെക്നോളജി ഒക്കെ ഇത്രയും മുന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇതുപോലൊരു ലെറ്റർ വരും. അത് തുങ്കുഴി പിതാവിൻ്റെ ആയിരിക്കും. അച്ഛാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കത്തായിരിക്കില്ലേ അത്. തുടക്കത്തിലെ തന്നെ ഏറ്റവും സ്നേഹപ്പെട്ട ഗ്രിജോ അച്ഛന് പേര് വെച്ചെഴുതുന്ന ഒരു കത്ത് എല്ലാ ജന്മദിനത്തിനും രൂപതയിലെ എല്ലാ അച്ഛന്മാർക്കും വന്നിരുന്നു. എല്ലാ ഫീസ്റ്റിന്റെ അന്നും എല്ലാ അച്ഛന്മാർക്കും വന്നിരുന്നു. വെറുതെ ഒരു കോമൺ ആയിട്ടൊരു കാര്യം എഴുതി വിടുകയല്ല. എൻ്റെ ജീവിതത്തിൽ എന്താണോ പ്രധാനപ്പെട്ടതെന്ന് പിതാവിനറിയാം. ഓരോ വൈദികന്റെയും അത് കൃത്യമായി എടുത്തെഴുതി അവസാനം പറയും, അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വത്സല പിതാവ്, തുങ്കുഴി പിതാവ്. ഇതിങ്ങനെ എഴുതി എല്ലാ അച്ഛന്മാർക്കും കിട്ടുന്ന ഒരു ലെറ്റർ ഉണ്ട്. വ്യക്തിപരമായിട്ട് അറിയുന്ന പിതാവായിരുന്നു വേർപെട്ടു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമുക്കൊക്കെ വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കാനായിട്ട് പിതാവ് വിളിക്കപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം, ഏറെ സന്തോഷിക്കാം. 2006 നവംബർ 18 പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് 2006. അപ്പൊ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, തുങ്കുഴി പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. വിശുദ്ധനാകാൻ, നന്മ ചെയ്യാൻ, എനിക്ക് വിശുദ്ധനാവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എനിക്കൊരു കഴിവിൻ്റെയും ആവശ്യമില്ല. അതെങ്ങനെയാണ്? ഒരു കഴിവില്ലാത്ത ഒരാൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിശുദ്ധനായിട്ട് തീരുക? പിതാവ് പറഞ്ഞു വെക്കുകയാണ്, അവരുടെ ഒപ്പം ഞാനായിരിക്കും,
അവരോടൊപ്പം ഞാനായിരിക്കും. പാട്ട് പാടുന്ന ഒരു അച്ഛനെ കണ്ടാൽ, ഒരു സിസ്റ്ററിനെ കണ്ടാൽ, ഒരു അൽമായനെ കണ്ടാൽ ഞാൻ അവരുടെ ഒപ്പം ആയിരിക്കും. ആ പാട്ട് കേൾക്കും. പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയും, എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾ ഈ പാട്ട് പാടിയത്. അടുത്തിരുന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് എൻ്റെ വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ പടി. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അവന് വേണ്ടി മൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നില്ല, അവന് വേണ്ടി പാട്ട് ക്ലാസ് ഒരുക്കി കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവന്റെ പാട്ട് കേൾക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു, അവന്റെ സാധ്യതകളെ അവന്റെ മുൻപിൽ തുറന്നു വെച്ചു കൊടുക്കുന്നു. വിശുദ്ധനാവാൻ ഇനി എന്ത് ചെയ്യണം? വിശുദ്ധനാവാൻ ദൈവത്തിന്റെ മുൻപിൽ ഇരുന്നു കൊടുക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്നിലൂടെ നിറവേറപ്പെടട്ടെ. ഈ ഒരു ചിന്തയോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒന്നും അതിനു വേണ്ടി, എൻ്റെ കഴിവുകളെ ഒന്നും ഞാൻ അതിൽ ഗൗനിക്കുന്നില്ല. പാട്ട് പാടാൻ അറിയുന്ന ആളാണോ, പ്രസംഗം പറയാൻ അറിയുന്ന ആളാണോ, ഒത്തിരിയേറെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യാൻ ഒന്നുമല്ല ഇവിടെ പ്രാധാന്യം. ദൈവത്തിന്റെ മുൻപിൽ എളിമയോടുകൂടെ ആയിരിക്കുക, ചിലരുടെ കഴിവുകളെ അംഗീകരിക്കുക, ചിലരുടെ കുറവുകൾക്ക് മുൻപിൽ പോലും അവർക്ക് അതിനേക്കാൾ കഴിവുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരോടൊപ്പം യാത്ര ചെയ്യുക, അവരുടെ കൂടെ ആയിരിക്കുക, പറയുന്നത് കേൾക്കുക, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുക. ഇങ്ങനെയുള്ള ഒരു പിതാവിനെ നഷ്ടപ്പെടുമ്പോൾ ഏതൊരു മകനും മകളും വിഷമിക്കും. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഇത്രയേറെ ദുഃഖം ഇങ്ങനെ തിങ്ങി നിൽക്കാനായിട്ടുള്ള ഒരു വലിയ കാരണം. ഒരു അമേരിക്കൻ ഷോയുണ്ട്, എഡ് സള്ളിവർ ഷോ എന്ന് പറയുന്ന ഒരു ഷോ. കുറെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു അമേരിക്കൻ ഷോയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിവുകളുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അവരുടെ കഴിവുകളെ ഈ ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുക. ഇപ്പൊ കുറെ ഷോകൾ അങ്ങനെയുണ്ട്. കുറെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകളുള്ളവരെ കൊണ്ടുവന്ന് അത് കണ്ട്, അപ്പൊ നമ്മളെല്ലാവരും അതിശയിച്ചിരിക്കും, ഈ മനുഷ്യന് ഇങ്ങനെ ഒരു കഴിവ് എങ്ങനെയാണ് ദൈവം കൊടുത്തതൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കാണുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു ഷോ ഈ അമേരിക്കൻ ടെലിവിഷനിൽ, ചാനലുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. എഡ് സള്ളിവർ ഷോ. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. വിരൂപനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷോയുടെ പ്രൊഡ്യൂസർ. കാണാൻ ഒരു ഭംഗിയുമില്ല, ഒരു രൂപവുമില്ല. ഇയാളെ കാണുമ്പോൾ ഒരു ഷോ നടത്താനായിട്ട് വരുന്ന ഒരു ജെന്റിൽ ലുക്ക് ഈ പറയുന്ന അമേരിക്കക്കാരൻ ഇയാൾക്കില്ല. ഇത് കാണുമ്പോൾ തന്നെ ഇയാളാണോ ഈ ഷോ നടത്തുന്നത് എന്ന് ചിന്തിച്ചു പോകും. സംസാരിക്കാനായിട്ട് ആൾക്ക് അറിയില്ല. ഒരാളെ കൊണ്ടുവന്നിരുത്തി അയാളോട് നല്ല വാക്കിൽ സംസാരിക്കാൻ, അയാളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. അങ്ങനെ കഴിവുകൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ. ഒരിക്കൽ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, നിങ്ങളെ കാണാനായിട്ട് വലിയ ഭംഗിയൊന്നുമില്ല, ഒരു ഷോയിൽ വന്നിരിക്കുമ്പോൾ തന്നെ ആളുകളുടെ ആകർഷണം പിടിച്ചു പറ്റാവുന്ന രീതിയിൽ ഭംഗിയുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം കാണുമ്പോൾ തന്നെ. അതില്ല. സംസാരിക്കാനായിട്ട് വിക്കാണ്, പറയുമ്പോഴൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും, വാക്കുകൾ മുറിഞ്ഞു പോകും, പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ തന്നെ ആള് തന്നെ മാറിപ്പോകും. ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ലാത്ത, ഒരു ജെന്റിൽ ലുക്കില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ കഴിവുകളുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് ഈ ഷോ ഇത്രയേറെ പോപ്പുലറാക്കി തീർക്കുന്നത്, മനോഹരമാക്കി തീർക്കുന്നത്? ഈ സള്ളിവർ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അഭിമുഖം ചെയ്യുന്ന വ്യക്തിയോട് പറയുകയാണ്, എൻ്റെ കഴിവില്ലായ്മയാണ് ഈ പറയുന്ന പരിപാടിയുടെ, ഈ ഷോയുടെ, ഈ സള്ളിവർ ഷോയുടെ ഏറ്റവും വലിയ വിജയം. എൻ്റെ കഴിവില്ലായ്മയാണ് ഏറ്റവും വലിയ വിജയം. ഈ കഴിവില്ലാത്ത വ്യക്തി കഴിവുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ കഴിവുകളെ ജനത്തിന്റെ മുൻപിൽ വെച്ചു കൊടുക്കുന്നില്ലേ, അതാണ് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഈ കഴിവില്ലാത്ത, വിരുപനായ, സംസാര പാഠവുമില്ലാത്ത ഈ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയവനായി തീരുന്നത് കഴിവുള്ള ഒത്തിരി പേരെ കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ്. കഴിവുള്ളവരെ കണ്ടുപിടിക്കുന്നു, അവരെ കൊണ്ടുവരുന്നു, കൃത്യമായി അവരുടെ കഴിവുകളെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ മുൻപിൽ വിളമ്പിക്കൊടുക്കുന്നു. ഇവിടെയാണ് വിജയം. അങ്ങനെയാണ് ആ ഷോ ഇത്രയേറെ പോപ്പുലറായിട്ട് ഈ ലോകത്തിൽ മാറുക. ഒരു കഴിവില്ലാത്തവൻ കഴിവുള്ളവരെ കൊണ്ടുവന്നിരുത്തി ആ കഴിവുകളെ വളരെ കൃത്യമായിട്ട് അടക്കും ചിട്ടയോടും കൂടെ എടുത്തു വെക്കുന്നിടത്ത് കാണുന്ന വലിയ വിജയം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ഇതൊക്കെ. തുങ്കുഴി പിതാവിന്റെ ജീവിതത്തിൽ പിതാവ് എന്നും ചേർത്ത് പിടിച്ച ചില ആദർശങ്ങളുണ്ട്. ആരെയും മുറിപ്പെടുത്താതെ, ആരെയും വേദനിപ്പിക്കാതെ, നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട് പോലും ഒരാളെയും മുറിപ്പെടുത്താത്തൊരു പിതാവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഇവിടെ അവശേഷിപ്പിക്കുന്നത്
കരുണയുടെ വലിയൊരു മനോഭാവമാണ്, ചേർത്ത് പിടിക്കലിന്റെ വലിയൊരു വാത്സല്യമാണ്. ഇതൊക്കെ ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പിതാവ് നമ്മിൽ നിന്ന് വേർപെട്ടു പോവുക. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയും പറഞ്ഞു വെക്കുക. പ്രത്യേകിച്ച് കഴിവുകളുള്ള ഒരു സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മയെ ഒരിടത്തും കാണുന്നില്ല, ഒരു അത്ഭുതവും പരിശുദ്ധ അമ്മ നടത്തിയിട്ടില്ല. പക്ഷേ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നിടത്ത് പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വാക്കിലൂടെയാണ് കാനായിലെ കല്യാണ വിരുന്നിലെ മധുരമില്ലാത്ത പച്ചവെള്ളത്തെ മധുരമുള്ള വീര്യമുള്ള പുതുവീഞ്ഞാക്കി അനുഗ്രഹത്തിന്റെ വീഞ്ഞാക്കി മാറ്റുന്ന ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് പരിശുദ്ധമ്മയുടെ മഹനീയ സാന്നിധ്യത്തിലാണ്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന വാക്കിലൂടെയാണ് ആദ്യത്തെ അത്ഭുതം നടക്കുക. എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നത് ഒരു അത്ഭുതവും കണ്ടുകൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, സാമീപ്യമുണ്ടല്ലോ, പരിശുദ്ധ അമ്മയുടെ മധുരം തുളമ്പുന്ന ചില വചനങ്ങളുണ്ടല്ലോ. ഈ വചനങ്ങളാണ് ഒരു പക്ഷേ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവനാണ് നീ എന്ന് സ്നാപകനെ നോക്കി ഈശോ പറയുന്നുണ്ടെങ്കിൽ വലിയൊരു സാക്ഷ്യമാക്കി അതിനെ മാറ്റുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ സ്നാപകൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവന് ലഭിച്ചു എന്നുള്ളതാണ്. ഏതോ വ്യക്തികള് ഈ ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നില്ലേ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും എത്രയോ മഹത്വപ്പെട്ടതാണ്, എത്രയോ മഹോന്നതമാണ്, എത്രയോ ഭാഗ്യം ചെയ്തവയാണ്. ഒന്നുമല്ലാതിരുന്ന ഒരു സ്ത്രീയെ എല്ലാമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വലിയ അത്ഭുതം ഉണ്ടല്ലോ. നമ്മുടെ ജീവിതങ്ങളിലേക്കും ഈശോ അത് നടത്തിത്തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. പിതാവ് എപ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയില് ധ്യാന നിമഗ്നനായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വത്സല പിതാവ് തുങ്കുഴി പിതാവ് എന്നും സമയം മാറ്റിവെച്ചിരുന്നു. പരിശുദ്ധ അമ്മയിലൂടെയാണ് ദൈവത്തിലേക്ക് നടക്കാൻ സാധിക്കുകയെന്ന് പിതാവ് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. അത് താൻ കണ്ടുമുട്ടുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനും പിതാവ് പരിശ്രമിച്ചിരുന്നു. പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്ക്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്ക്, അമ്മ തരും നിനക്ക് നല്ലൊരു ജീവിതാവസ്ഥ. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ അമ്മ നല്ല അമ്മയായിരുന്നു, എൻ്റെ അമ്മ നല്ല അമ്മയായിരുന്നു എന്ന് പറയുന്നിടത്ത് പരിശുദ്ധ അമ്മ അതിനേക്കാൾ എത്രയോ നല്ലവളാണെന്ന തിരിച്ചറിവാണ് ആ വിശുദ്ധനെ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. മെത്രാൻ അവസാനം ചോദിക്കുന്നുണ്ട്, പഠിക്കാൻ ബുദ്ധിയില്ലാത്ത, സംസാരിക്കാൻ പ്രാഭവമില്ലാത്ത, ഒരു പ്രസംഗം പോലും കൃത്യമായിട്ട് നോക്കാതെ പറയാൻ സാധിക്കാതിരുന്ന ഒരു ഷെമ്മാശനെ, ഒരു സെമിനാരിക്കാരനെ പട്ടം കൊടുക്കാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത്? മെത്രാൻ ചോദിക്കുന്നുണ്ട്. റെക്ടറച്ചൻ പറയുന്നുണ്ട്, ഇവനൊരു യോഗ്യതയുണ്ട്, ഒരൊറ്റ യോഗ്യതയുണ്ട്. ആ യോഗ്യതയുടെ പുറത്ത് ഈ ഷെമ്മാശന് തീർച്ചയായും തിരുപ്പട്ടം കൊടുക്കാം. എന്തായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനിയില് തിരുപ്പട്ടത്തിന് അവനെ അർഹനാക്കുന്ന ആ ഒരൊറ്റ ഘടകം? ഇവന് നന്നായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അറിയാം. പരിശുദ്ധ അമ്മയുടെ മുൻപില് മുട്ടുകുത്തി കരങ്ങൾ നിവർത്തിപ്പിടിച്ച് കണ്ണീരൊഴുക്കി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അറിയുന്ന ഒരു സെമിനാരിക്കാരനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. അതുകൊണ്ട് മെത്രാനെ തീർച്ചയായും നിർബന്ധമായും സന്തോഷത്തോടുകൂടെ ഈ സഹോദരന് തിരുപ്പട്ടം കൊടുക്കാം. അവൻ ഒരിക്കലും ഇടറി വീഴില്ല. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എത്രത്തോളം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കുന്നു എന്ന് ജീവിതത്തിൽ ഉടനീളം, ഓരോ വിശുദ്ധന്റെയും ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുരിശിന്റെ ചാരെ നിൽക്കുമ്പോ നൊന്ത് പിടയുന്ന മനസ്സോടുകൂടെ പരിശുദ്ധ അമ്മ കുരിശിൽ പിടയുന്ന മകനെ നോക്കിക്കാണും. അവന്റെ വേദനകളിലെ അവളും പങ്കുചേരേണ്ടതാണെന്ന് അവൾക്ക് തിരിച്ചറിയാം. ആ ഒരു അറിവ് അവളുടെ ഉള്ളിലുണ്ട്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു അമ്മ ഒടുവിൽ ചേതനയറ്റ മകന്റെ തിരുശരീരം എടുത്ത് മടിയിൽ കിടത്തി കൊടുക്കുമ്പോ അവൾക്കറിയാമായിരുന്നു ഇതിലൂടെയൊക്കെ കടന്നു പോകണം, ഈ വേദനകളൊക്കെ ഞാൻ സഹിക്കണം. അതിനാണ് അന്ന് ദൂതന്റെ മുൻപിൽ ശിരസ് നമിച്ച് ആമേൻ, അപ്രകാരം തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ശിരസ് കുനിച്ചത്. അവിടെ മുതല് ഈശോയുടെ കുരിശിന്റെ കീഴെ നിൽക്കുമ്പോൾ വരെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പരിശുദ്ധമ്മ ഈശോയുടെ ഒപ്പമായിരുന്നു.
ആ അമ്മയെയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനും ഈ ലോക ജനതയ്ക്കും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്മയായിട്ട് ദൈവം നമുക്ക് സമ്മാനമായിട്ട് നൽകുക. ആ അമ്മയ്ക്ക് ഒരു കഴിവുകളും ഇല്ല, ആ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ആ അമ്മയ്ക്ക് ഒരു മകനുണ്ട്. ആ അമ്മയുടെ ഉദരമാണ് ആദ്യത്തെ ദിവ്യസക്രാരി. ഈശോയെ വഹിച്ച ആ ഉദരമാണ് ആദ്യത്തെ ചലിക്കുന്ന ദിവ്യസക്രാരി. അമ്മയ്ക്ക് പറയാൻ ഒരു മകനുണ്ട്. ആ മകനോട് പറഞ്ഞാൽ ചോദിക്കുന്നതെല്ലാം ആ മകൻ നടത്തിക്കൊടുക്കുമെന്ന വലിയ ബോധ്യം ആ അമ്മയ്ക്കുണ്ട്. അമ്മയെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ഒക്ടോബർ മാസത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ദിവസത്തില് ഒരു ജപമാലയെങ്കിലും ചൊല്ലി തീർക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു പക്ഷേ ആ ചൊല്ലുന്ന ജപമണികളുടെ വിശുദ്ധി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും വലിയൊരു അത്ഭുതത്തിലേക്ക് നയിക്കാനായിട്ട് ഇടവരുത്തും. ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ഒരു ദിവസം കിടക്കുന്നതിന് മുൻപ്, ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് ചൊല്ലി തീർക്കാനായിട്ട് സാധിച്ചാൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തില് അത് നടത്തിത്തരുമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എപ്പോഴും നമ്മുടെ കഴിവുകളെ കുറിച്ച് ഓർത്ത് വളരെ ആത്മപ്രശംസ പറഞ്ഞ് നടക്കുന്നവരായി തീരാതെ എൻ്റെ കഴിവുകളും കുറവുകളൊക്കെ മാറ്റിവെച്ച് അപരന്റെ കഴിവിൽ അവനെ അംഗീകരിക്കാൻ, അപരന്റെ കുറവിൽ അവനെ ചേർത്ത് പിടിക്കാൻ, അപരന്റെ വേദനയിൽ അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ കുറവുകളും വേദനകളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായി മകളായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.